കരുതലും കൈത്താങ്ങും കേരളത്തിലെ ജനങ്ങൾക്ക് പുതുമയുള്ളൊരു കാര്യമല്ല. നേരത്തെ ഇതുപോലൊരു പരിപാടി സർക്കാർ സംഘടിപ്പിച്ചിരുന്നു. എല്ലാ ജില്ലകളിലും നല്ല പ്രതികരണവും സഹകരണവുമാണ് ആ പരിപാടിക്കുണ്ടായിരുന്നത്. ഇവിടെ സർക്കാർ ഉദ്ദേശിക്കുന്നത് ഒരു കാര്യം മാത്രമാണ്. അത് ഭരണം അതിൻ്റെ കൃത്യമായ സ്വാദ് ജനങ്ങൾക്കാണ് അനുഭവിക്കാനാകേണ്ടത്. ജനങ്ങൾ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ കഴിയുന്നവരും പാവപ്പെട്ടവരും സാധാരണക്കാരുമായ ആളുകളെയാണ് പ്രത്യേക കരുതലോടെ കാണേണ്ടത്. ഇങ്ങനെ പറയുന്നത് സമൂഹത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വേർതിരിവ് ഉണ്ടാക്കാൻ വേണ്ടിയല്ല. സമൂഹത്തിൻ്റെ മേൽത്തട്ടിലുള്ളവർ, സമ്പന്നർ, മറ്റു തരത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്നവർ, അവർക്കെല്ലാം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അവരുടേതായ മാർഗങ്ങളിലൂടെ ഇടപെടാനും പരിഹാരം നേടാനും കഴിയും. എന്നാൽ പാവപ്പെട്ടവരുടെയും സാധാരണക്കാരുടെയും സ്ഥിതി അതല്ല. ഇതുകൊണ്ടാണ് LDF സർക്കാർ അധികാരത്തിലേറി ഉടനെ തന്നെ ജീവനക്കാരെ അഭിസംബോധന ചെയ്തപ്പോൾ ഓരോ ഫയലും അതിൻ്റെ പിന്നിൽ ഒരു ജീവിതമുണ്ട് എന്നത് കണക്കാക്കണമെന്ന് ജീവനക്കാരോട് പറഞ്ഞിരുന്നു. നമുക്ക് കാണാൻ കഴിയുന്നത് ഈ കഴിഞ്ഞ 8.5 വർഷത്തെ അനുഭവം വെച്ച് പറഞ്ഞാൽ നല്ല പുരോഗതി പൊതുവിൽ ഈ കാര്യങ്ങളിൽ ഉണ്ടാക്കാനായിട്ടുണ്ട്. നല്ല നിലക്ക് പ്രശ്നങ്ങൾ പൊതുവെ പരിഹരിക്കുന്ന നിലയുണ്ട്. എന്നാൽ അതല്ലാത്ത നിലയും ഉണ്ട് എന്നത് വസ്തുതയാണ്. ഈ പറഞ്ഞ അതല്ലാത്ത സ്ഥിതിയെന്ന് വിശേഷിപ്പിച്ച കാര്യത്തിന് വലിയ തോതിലുള്ള കുറവ് സംഭവിക്കുന്നു എന്നതാണ് ഓരോ വർഷം പിന്നിടുമ്പോഴുമുള്ള അനുഭവം. അതിനുവേണ്ടി സർക്കാർ തന്നെ ചെയ്തിട്ടുള്ള ഒട്ടേറെ നടപടികളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു പ്രശ്നം പരിഹാരത്തിനായി സർക്കാരിൻ്റെ മുന്നിൽ ഉന്നയിച്ചാൽ അത് പരിഹരിച്ച് കിട്ടുന്നതിന് വേണ്ടി ബന്ധപ്പെട്ടയാൾ നിരന്തരം ആ ഓഫീസിലോ മറ്റോഫീസുകളിലോ കയറി ഇറങ്ങേണ്ടി വരുന്നതായിരുന്നു നേരത്തെയുള്ള അനുഭവം. മാത്രമല്ല ഫയല് കൈകാര്യം ചെയ്യുന്ന
ഉദ്യോഗസ്ഥൻ്റെയോ ഉദ്യോഗസ്ഥയുടെയോ മുന്നിൽ കാര്യം അന്വേഷിക്കാൻ വേണ്ടി നിരവധി തവണ ഭവ്യതയോടെ ചെന്ന് നിൽക്കേണ്ടി വരുന്ന ഗതികേടും നാട്ടിലുണ്ടായിരുന്നു. ഇത് മാറേണ്ടതാണ് എന്നതിനാണ് സർക്കാർ ഊന്നൽ കൊടുത്തത്. ഇതിലുള്ള ഒരു പ്രശ്നം അടിസ്ഥാന ധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സമീപനം പഴയ കാലത്തിൻ്റെ തുടർച്ചയായി നമ്മുടെ ഓഫീസ് സംവിധാനങ്ങളിൽ വന്നു ചേർന്നു എന്നതാണ്. അതിൻ്റെ ഭാഗമായി സംഭവിച്ചത് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ ദാസന്മാരായാണ് അധികാരസ്ഥാനങ്ങളിലുള്ളവരും അധികാരത്തിൻ്റെ വക്താക്കളായി വിവിധ ഓഫീസുകളിലിരിക്കുന്ന ഉദ്യോഗസ്ഥരും പ്രവർത്തിക്കേണ്ടത്. പക്ഷേ അതായിരുന്നില്ല ജനങ്ങളുടെ അനുഭവം. ഈ യഥാർത്ഥ സ്പിരിറ്റ് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തിയത്.